മഗ്‌രിബിന് ശേഷം മരത്തും കൂടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് നമ്മുടെ വീടുകളിലൂടെ പിശാച് വന്നു കയറുന്നത് എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. കാരണം ഉസ്താദ് പറഞ്ഞത് കേട്ടോളി, പറയട്ടെ. ഒന്നുകിൽ ഫയറി ഇഫക്റ്റ്, അതായത് അഗ്നി സാന്നിധ്യം കൂടുതലുള്ള മരങ്ങൾ, അത് ശൈത്താന് നല്ല ഇഷ്ടമാണ്. അതിൽപ്പെട്ടതാണ് ആല്, ചേര് തുടങ്ങിയ മരങ്ങളൊക്കെ. 7 മീറ്റർ ഒരാളെ പോലും നമ്മൾ നിർത്താൻ പാടില്ല കേട്ടോ. അല്ല കാക്ക ഒന്നും മാറുന്നതാണ്, കാക്ക ഒന്നും മാറുന്നതാണ്. 7 മീറ്റർ ചുറ്റുള്ള ഇൻഡോ ഓക്സിജൻ അത് നിങ്ങൾ വലിക്കാൻ വന്ന പിന്നെ ഉണ്ടാവും. ഉസ്താദിന്റെ അതിലുള്ള അഗാധമായ അറിവും വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, ഉസ്താദിന്റെ കണ്ടെത്തലുകളെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നിലേക്ക് കൊണ്ടുവരികയും ഇതുവരെ നടന്നിട്ടുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളെ തല കുത്തനെ നിർത്തുകയും ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശ്വാസം മുട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഉസ്താദ് പറയട്ടെ. പിന്നെ ചെറിയ ഇലകളുള്ള മരങ്ങൾ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കും. പുള്ളി പോലെയുള്ള പുള്ളി, അതുപോലെ നെല്ലി പോലത്തെ ചെറിയ ഇലകളുള്ള സാധനങ്ങൾ വല്ലതുമായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കും. അപ്പൊ മനുഷ്യനാവശ്യമായ ഓക്സിജൻ ഇല്ലാതെയാകും എന്നതൊരു പ്രശ്നമാണ്. ഒരു ലൈക്ക് അടിച്ചാണ് എന്തിനാ? പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്തയുടെ മുസ്ലിയാര് പറയുന്ന ഒരു വീഡിയോ, ശാസ്ത്രീയമായിട്ട് അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ അദ്ദേഹത്തെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിമർശിക്കാനോ വേണ്ടിയല്ല ഇത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് അഗാധമായി പഠിച്ച് പാണ്ഡിത്യത്തോടു കൂടി പറയുമ്പോൾ അത് നമ്മൾ വിമർശിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു കാര്യമാണ്. മരങ്ങളുടെ കുറച്ച് പ്രത്യേകതയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു വെക്കുക ആദ്യം. മുരിങ്ങാക്കൊമ്പ് വീടിന്റെ തൊട്ടടുത്ത് പറ്റൂല കേട്ടോ, കുറച്ച് ദൂരെ ആയിരിക്കണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് ഉള്ളുറപ്പില്ലാത്തോണ്ടാണ്, വേറെ കാരണമൊന്നും അതിനില്ല. മുരിങ്ങാക്കൊമ്പ് വീടിന്റെ അടുത്ത് പറ്റൂല കേട്ടോ. കാരണം മുരിങ്ങ തിന്നണമെങ്കിൽ പിന്നെ കുഴിച്ചിടണ്ടല്ലോ, കുഴിച്ചിടാതെ എന്ത് ചെയ്യണം, ആകാശത്ത് ഇറങ്ങിക്കോളും. അത് പിന്നെ ശാസ്ത്രീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് ഉറപ്പില്ലാത്തതുകൊണ്ട് വീടിന്റെ അടുത്ത് കുഴിച്ചിടുന്ന അത്ര നല്ലതൊന്നല്ല. പഴയ വീട്, ഓടിട്ട വീടൊക്കെ ആകുമ്പോൾ അതിന്റെ മുകളിലേക്ക് പൊളിഞ്ഞാടി കഴിഞ്ഞാൽ വീട് നശിക്കും. അത് ശരിയാ. ഇനി അടുത്ത നിങ്ങൾ കേട്ടോളി, ഓക്സിജൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്സിജൻ കൂടുതലായിട്ട് വലിച്ചെടുക്കുന്ന മരത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് വളരെ ഗൗരവമായിട്ടുള്ള വിഷയം. ഓക്സിജൻ കൂടുതലായിട്ട് വലിച്ചെടുക്കുന്ന ഇലകളുള്ള മരങ്ങള് അത് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാല് പല ആളുകളും എന്ത് ചെയ്യുന്നു, ശ്വാസം കിട്ടാതെ മരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്വാസം മുട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഉസ്താദ് പറയട്ടെ. പിന്നെ ചെറിയ ഇലകളുള്ള മരങ്ങൾ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കും. പുള്ളി പോലെയുള്ള അതുപോലെ നെല്ലി പോലത്തെ ചെറിയ ഇലകളുള്ള സാധനങ്ങൾ വല്ലതുമായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കും. അപ്പൊ മനുഷ്യനാവശ്യമായ ഓക്സിജൻ ഇല്ലാതെയാകും എന്നതൊരു പ്രശ്നമാണ്. ഒരു മനുഷ്യന് 675 ഘനയടി ഓക്സിജൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ ഒരാൾക്ക് ആവശ്യമാണ്. ഒരു മനുഷ്യന് 7 മീറ്റർ അകലത്തുള്ള ഓക്സിജൻ ആവശ്യമാട്ടോ. അപ്പൊ ചെറിയ ഇലകളുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ ഓക്സിജൻ കൂടുതലായി വലിച്ചെടുക്കുന്നതിനാൽ മനുഷ്യന് ശുദ്ധവായു കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുരിങ്ങയും പുളിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞത്. അല്ല, ചീത്ത അറിഞ്ഞു തരുന്നോണ്ടല്ല. നിർത്തി കേട്ടല്ലോ. അപ്പോ ഓക്സിജൻ കൂടുതലായിട്ട് വലിച്ചെടുക്കുന്ന മരങ്ങൾ, നെല്ലി, പുളി എന്നീ തുടങ്ങിയ മരങ്ങളൊന്നും വീടിന്റെ പരിസരത്ത് നട്ടുപിടിപ്പിക്കരുത്. ഞാൻ നിൽക്കുന്നതിന്റെ 7 മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ എനിക്ക് വേണം. അതുകൊണ്ട് 7 മീറ്റർ ഒരാളെ പോലും നമ്മൾ നിർത്താൻ പാടില്ല കേട്ടോ. അല്ല കാക്ക ഒന്നും മാറുന്നതാണ്, കാക്ക ഒന്നും മാറുന്നതാണ്. 7 മീറ്റർ ചുറ്റളവിലുള്ള ഇൻഡോ ഓക്സിജൻ അത് നിങ്ങൾ വലിക്കാൻ വന്ന പിന്നെ ഉണ്ടാവുമോ? വെറുതെ ചെയ്ത് ശ്വാസം മുട്ടുണ്ടാകുന്നതേ. ഒന്നും മാറിക്കിട്ടോ. എന്തൊരു മനുഷ്യനാങ്ങൾ നിങ്ങളതും വലിക്കും പിന്നെ ഇൻഡോയും വലിക്കണം എന്ന് വെച്ചാല്. അപ്പോ ഇനിയിപ്പോ ഇതിന്റെ സംശയം നമുക്കുണ്ട്, ശരിയാണോ ഇല്ല, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ChatGPT-യോടൊന്ന് ചോദിച്ചു നോക്കാം. എല്ലാം കൂടി ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അഥവാ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം ChatGPT പറഞ്ഞെന്ന കാര്യം തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാൻ പറ്റും. ഇനി വീഡിയോ ചെയ്യേണ്ടവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അങ്ങനെ തന്നെയുള്ള കാര്യങ്ങൾ. ഓക്സിജൻ കൂടുതലായിട്ട് വലിച്ചെടുക്കുന്ന മരങ്ങൾ ഉണ്ടോ? ചെറിയ ഇലകളുള്ള മരങ്ങൾ ഓക്സിജൻ കൂടുതൽ വലിച്ചെടുക്കുകയും അത് മനുഷ്യ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിവുകളുണ്ടോ? ആരെങ്കിലും പഠനം നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടോ? ഉത്തരം കേട്ടോളിട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ചെറിയ ഇലകളുള്ള മരങ്ങൾ മനുഷ്യർക്ക് ദോഷകരമാകുന്ന തരത്തിൽ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കുന്നു എന്നതിന് ശാസ്ത്രീയമായി തെളിവില്ല. ഇത് കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ മരങ്ങളും പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. കേട്ടല്ലോ. എന്നിട്ട് ഉസ്താദ് പറയണ എന്താണ്, ഓക്സിജൻ കൂടുതലായിട്ട് വലിച്ചെടുക്കുന്നു. ആ പുതിയൊരു കണ്ടെത്തലാണ്. അത് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്താണ് അതിനെ ആഴത്തിൽ കണ്ടെത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ കണ്ടെത്തിയ കണ്ടെത്തലുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അട്ടിമറിച്ച് തല കുത്തനെ നിർത്താൻ പറ്റുന്ന കണ്ടെത്തലാണ് ഇപ്പോ ഉസ്താദ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ മരങ്ങളും പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ എല്ലാ സസ്യങ്ങളും ശ്വസനം നടത്തുന്നതിനാൽ
കുറച്ച് ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഒരു ആരോഗ്യകരമായ മരത്തിന്റെ കാര്യത്തിൽ പകൽ പുറത്തുവിടുന്ന ഓക്സിജന്റെ അളവ് സാധാരണയായി രാത്രിയിൽ ഉപയോഗിക്കുന്ന ഓക്സിജനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോ രാത്രി അവര് ഉപയോഗിക്കുന്ന ഓക്സിജന്റെ എത്രയോ മടങ്ങാണ് എന്ത് ചെയ്യുന്നത്, പകല് പുറത്തു വിടുന്നത്. അതിനാൽ മൊത്തത്തിൽ മരങ്ങൾ അന്തരീക്ഷത്തിന് ഗുണകരമാണ്. ഇലയുടെ വലിപ്പം മാത്രം നോക്കി അത് തീരുമാനിക്കാൻ കഴിയില്ല. ആകെ ഇലയുടെ വിസ്തീർണം, മരത്തിന്റെ ഇനം, പ്രായം, സൂര്യപ്രകാശം, വെള്ളം, കാലാവസ്ഥ എന്നിവ പ്രധാന ഘടകങ്ങളാണ്. ചെറിയ ഇലകൾ ഉള്ളത് കൊണ്ട് മാത്രം മനുഷ്യർക്ക് അപകടകരമായ രീതിയിൽ ഓക്സിജൻ കയറുമെന്ന് തെളിയിച്ച പഠനങ്ങൾ ഇല്ല. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് നടന്നിട്ടുള്ള പഠനങ്ങൾ എന്നുള്ളതാണ്. സസ്യശാസ്ത്രത്തിലും വനശാസ്ത്രത്തിലും നടന്ന നിരവധി പഠനങ്ങൾ മരങ്ങൾ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും കാർബൺ സംഭരിക്കുകയും പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ചെറിയ ഇലകളുള്ള മരങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കുന്നു എന്ന നിഗമനത്തിലെത്തിയ വിശ്വസനീയമായിട്ടുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ നിലവിൽ ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവകാശവാദം ഇപ്പോഴുള്ള, അപ്പൊ ഇതിനു മുമ്പ് നടത്തിയ ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായതോ തെളിവില്ലാത്തതോ ആണ്. അപ്പൊ അത് തെറ്റായതാണ്, മാത്രമല്ല തെളിവില്ലാത്ത ഇതുവരെ നടന്ന ശാസ്ത്രീയ അറിവിന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ്. ഇതിനു ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്താദ് തെരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു മേഖലയും ഉസ്താദിന്റെ അതിലുള്ള അഗാധമായ അറിവും വെച്ച് നോക്കുമ്പോ ഇതെന്താണ്, ഉസ്താദിന്റെ കണ്ടെത്തലുകളെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നിലേക്ക് കൊണ്ടുവരികയും ഇതുവരെ നടന്നിട്ടുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളെ തല കുത്തനെ നിർത്തുകയും ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പലരും പറയും അങ്ങനെയല്ല, അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അതാണ് ഉസ്താദ് പറയുന്നത് എന്ന് ചില ആളുകൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമന്റ് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി അതേ GPTയോട് നമുക്ക് ചോദിക്കാം, പ്രവാചകനോ സ്വഹാബത്തോ ഇങ്ങനെയുള്ളൊരു വാദം പഠിപ്പിച്ചതായി നിലവിൽ ഇസ്ലാമികമായിട്ട് സ്വഹീഹായ ഹദീസിലോ അതുപോലെ ഖുർആനിലോ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുമോ ചോദിച്ചിട്ടോ? ഉത്തരം കേട്ടെ. ഓക്കെ, ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും ഒരു പ്രത്യേക മരമോ ചെറിയ ഇലകളുള്ള മരങ്ങളോ മനുഷ്യർക്ക് ദോഷകരമാകുന്ന തരത്തിൽ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കുന്നു എന്ന ആശയം പഠിപ്പിച്ചതായി രേഖകളില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പ്രധാനമായും ഖുർആൻ പ്രകാരം മരങ്ങളും സസ്യങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അത് മനുഷ്യർക്ക് ഉപകാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പെടുന്നു. എന്നിട്ട് ഇയാൾ പറയാ ഇത് എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ കുഴിച്ചിടാൻ പാടില്ല, അവിടെ കുഴിച്ചിടാൻ പാടില്ല. കേട്ടില്ല നിങ്ങള്? ഈ മരം മനുഷ്യരുടെ ഓക്സിജൻ എടുത്തു കളയും, അതിനാൽ ഇത് നട്ടുപിടിപ്പിക്കരുത് എന്ന തരത്തിലുള്ള ഒരു സ്വഹീഹ ഹദീസോ ഖുർആൻ വചനമോ ഒരിക്കലും ആർക്കും കാണിച്ചു തരാൻ സാധിക്കില്ല. ആരെങ്കിലും ഇത്തരം ഒരു വാദം ഇസ്ലാമിന്റെ പേരിൽ ഉന്നയിക്കുന്നുവെങ്കിൽ അതിനോട് അതിന്റെ സ്വഹീഹ ഹദീസ് അല്ലെങ്കിൽ ഖുർആൻ തെളിവ് എന്താണ് എന്ന് ചോദിക്കുന്നത് ശരിയായ സമീപനമാണ് എന്ന് ആർക്കെന്നെ അറിയാം, ChatGPT ക്ക് അറിയാം, മൂപ്പർക്ക് അത് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിലവിൽ അത്തരം ഒരു സ്വഹീഹായ തെളിവ് രേഖപ്പെടുത്തിയിട്ടില്ല, അറിവിൽ ഇല്ല, അറിയപ്പെട്ടതായിട്ടും ഇല്ല. ഓക്കെ, ഇനി ഉസ്താദ് പറയുന്ന മറ്റൊരു വാദം നമുക്ക് കേൾക്കാം. അത് വളരെ ഗംഭീരമായിട്ടുള്ള ശാസ്ത്രീയ പഠനമാണ്. മരത്തിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യാണ് പിശാചി ഇറങ്ങി വരിക. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഈ ഉസ്താദിന്റെ പ്രസംഗം കേട്ടതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോ പറഞ്ഞ ശരിയാണ്, മരത്തിലൂടെയാണ് പിശാച് എന്ത് ചെയ്യുന്നത്, മഗ്‌രിബിന് ശേഷം ഇറങ്ങി വരുന്നത്. ഉച്ചക്കൊക്കെ അതിൽ വരുന്ന നമ്മൾ കാണില്ല, മഗ്‌രിബിന് ശേഷം എന്താണെന്ന് അറിയില്ല, മരത്തുനിന്ന് കൂടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് നമ്മളെ വീടുകളിലൂടെ പിശാച് വന്നു കയറുന്നത് എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. കാരണം ഉസ്താദ് പഠനങ്ങൾ കേട്ടോളി, പറയട്ടെ. ഒന്നുകിൽ ഫയറി ഇഫക്റ്റ്, അതായത് അഗ്നി സാന്നിധ്യം കൂടുതലുള്ള മരങ്ങൾ, അത് ശൈത്താന് നല്ല ഇഷ്ടമാണ്. അതിൽപ്പെട്ടതാണ് ആല്, ചേര് തുടങ്ങിയ മരങ്ങളൊക്കെ. രണ്ടാമത് ശൈത്താന് കൂടുതൽ ഇഷ്ടമുള്ള വേറൊരു ഇനം മരങ്ങളുണ്ട്, അത് കയ്പുള്ള മരങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ആര്യവേപ്പ്, അതുപോലെ കാഞ്ഞീരം തുടങ്ങിയ മരങ്ങളൊക്കെ. അപ്പൊ കയ്പുള്ളത് അല്ലെങ്കിൽ ഫയറി ഇഫക്റ്റ്, അഗ്നി സാന്നിധ്യം കൂടുതലുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിന്റെ അടുത്ത് ഇല്ലാതിരിക്കാൻ നല്ലത്. അവിടെ നിൽക്ക്. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പിശാച് ഇറങ്ങാൻ സാധ്യതയുള്ള മരങ്ങള് ഏതൊക്കെയാണ്? ആല്, ചേര് എന്നുള്ള മരങ്ങളാണ്. പിന്നെ പിശാചിന് ഇഷ്ടപ്പെട്ടത് കയ്പുള്ളത്, പിന്നെ കഴിച്ചിന വേപ്പിന്റെ എല്ലാം എന്നൊക്കെ പറയും നമ്മളവിടെ മലപ്പുറം ഭാഷയില്. ഇങ്ങനെയുള്ള മരങ്ങൾ പിശാചിന് ഇഷ്ടം കൂടുതലുള്ള മരങ്ങളാണ്. അതും എന്ത് ചെയ്യരുത്, നട്ടുപിടിപ്പിക്കരുത്. ഇങ്ങനെയാണ് പറഞ്ഞു തീർത്താല് നിലവില് ഭൂമിയിൽ കുഴിച്ചിടാൻ പറ്റിയ ഒരു മരങ്ങളും
ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്കാവും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് GPT യോട് ചോദിച്ചു നോക്കാം. പിശാചിനെ ഇഷ്ടപ്പെടുന്ന മരങ്ങൾ എന്നറിയപ്പെടുന്ന മരങ്ങൾ ഉണ്ടോ? പിശാച് കയറിയിരിക്കുന്നതും ആകർഷിക്കുന്നതുമായ മരങ്ങൾ ഉണ്ടോ? അങ്ങനെ ശാസ്ത്രീയമായിട്ടോ മതപരമായിട്ടോ രേഖപ്പെടുത്തിയതായിട്ട് പറയാൻ സാധിക്കുമോ? അപ്പോ ചുരുക്കത്തിൽ വിശ്വസനീയമായ ശാസ്ത്രീയ തെളിവും ഖുർആനിലോ സ്വഹീഹ് ഹദീസിലോ ഉള്ള വ്യക്തമായ തെളിവും ഇതിന് ഇല്ല. ഇസ്ലാമികമായി ഖുർആനിലോ സ്വഹീഹ് ഹദീസുകളിലോ ഈ പ്രത്യേക മരത്തിൽ പിശാച് താമസിക്കുന്നു അല്ലെങ്കിൽ ആ പിശാച് ആകർഷിക്കുന്നു എന്ന് പറയുന്ന തെളിവുകൾ ഇല്ല. വെറുതെ മനുഷ്യന്മാരാണ് കൺഫ്യൂഷൻ ആക്കിയിട്ട് പിശാച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മരം മുറിപ്പിച്ചിട്ടും വീട് മാറ്റിച്ചിട്ടും ഇവര് പൈസ എങ്ങനെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കുകയാണ്. ഇവരെ ഭയത്തിന്റെ പ്രശ്ന പറഞ്ഞില്ല. അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ എന്തിനാണ് കെട്ടിവെച്ചിട്ട് ഇതര മതസ്ഥർക്കും അതുപോലെ മതത്തിനെ എതിർക്കുന്നവർക്കും ഒക്കെ ഒരു വളമയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരായിട്ട് ഇവരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ കോലം. ബാക്കി കേട്ടോളി. ചില ദുർബലമായ അല്ലെങ്കിൽ ലൈഫായിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത ജനവിശ്വാസങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവ ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് കണക്കാക്കില്ല. അപ്പൊ ഇയാൾ ആരാണ്? ഇസ്ലാമിലാണോ? ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് കണക്കാക്കുമ്പോൾ ചാറ്റ് GPT പറയാണ്. ചാറ്റ് GPTക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, എനിക്ക് അത്രയില്ല. അതുകൊണ്ട് ഞാൻ മൂപ്പരോട് ചോദിക്കുന്നു, ഈ GPTന്റെ അപ്പുറം വിദ്യാഭ്യാസം ഉള്ളവരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അഗാധമായിട്ട് പഠിച്ചവരുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്താം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് മറുപടി പറയാവുന്നതാണ്. ഇതാണ് ഓരോ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ. ഓരോ ദിവസം സ്വപ്നം കാണാണോന്ന് അറിയില്ല, വെറുതെ ഉണ്ടാക്കിയെടുക്കാന്നാവോ അതും അറിയില്ല. ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുവരിക, എന്നിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കുക, ആളുകളെ കൺഫ്യൂഷൻ ആക്കുക. മുസ്ലിമായ മനുഷ്യന്മാരെ ഏതൊരു മനുഷ്യനും ജനിച്ചു വീഴുന്നത് മുസ്ലിമായിട്ടാണെന്നാ, പിന്നെ അവന്റെ ജീവിതത്തിന്റെ മാർഗങ്ങളാണ് അവൻ എന്ത് ചെയ്യുന്നത് ഈ കോലത്തിലാക്കുന്നത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? ജനിച്ചു വീണ ഓരോ മനുഷ്യനും എങ്ങനെയെങ്കിലും ഒരു അനിസ്ലാമികമായിട്ടുള്ള ജീവിതം ജീവിപ്പിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ശ്രമിക്കുന്ന ഏക വർഗം ഉണ്ടെങ്കിൽ അത് തലീകെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാരല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാ. അപ്പോ മനസ്സിലാക്കുക, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതൊന്നും വിമർശിക്കപ്പെടാനുള്ള രീതിയിൽ ഇതൊക്കെ വെറുതെ പബ്ലിക്കിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ, അറിവില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കുക എന്നുള്ളതാ. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.